ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മുട്ടക്കറി തയ്യാറാക്കിയാലോ. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ബാച്ചിലേഴ്സിനാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് കണ്ടാലോ. അതിനുമേ എന്നും പറഞ്ഞല്ലോ കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വിലപ്പെട്ടതാണ്, അത് മറക്കല്ലേ. അപ്പൊ നേരെ സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പില എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവാള വെറും പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കുറുക്കി കീറിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വരുന്ന സമയത്ത് നമുക്കിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിടും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം പച്ചമണം മാറുന്നിട്ട് നമുക്ക് വേണം. ഇനി നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഒറ്റപ്പാലായിട്ട് തന്നെ കട്ടിക്ക് എടുക്കുന്നേ ഉള്ളൂ. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മുടെ മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.